പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോവയിലെ ശ്രീ സംസ്ഥാൻ ഗോകർണ ജീവോത്തം മഠത്തിൽ അനാവരണം ചെയ്ത 77 അടി ഉയരമുള്ള ശ്രീരാമന്റെ വെങ്കല പ്രതിമ ഇന്ത്യയുടെ ആത്മീയ ഭൂപടത്തിലെ ഒരു പുതിയ അടയാളപ്പെടുത്തലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശില്പം കേവലം ഒരു കലാസൃഷ്ടി എന്നതിലുപരി ഭക്തിയുടെയും ചരിത്രപരമായ പാരമ്പര്യത്തിൻ്റെയും ദേശീയ സാംസ്കാരിക ഉണർവിൻ്റെയും ഒരു പ്രതീകമായി മാറുകയാണ്. ഈ ബൃഹത്തായ ലേഖനത്തിനായി ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം, ശില്പകലയുടെ ഔന്നത്യം, ദേശീയതലത്തിലുള്ള സ്വാധീനം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ശ്രീ സംസ്ഥാൻ ഗോകർണ പാർത്തഗാലി ജീവോത്തം മഠം ഗൗഡ സരസ്വത് ബ്രാഹ്മണ സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ദ്വൈത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി ഈ മഠത്തിന് 550 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇതിൻ്റെ ചരിത്രം 1475 ഹിമാലയത്തിലെ ബദരികാശ്രമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉടുപ്പിയിലെ ശ്രീ പാലിമാരു മഠത്തിലെ ശ്രീരാമചന്ദ്ര തീർത്ഥസ്വാമി തൻ്റെ ശിഷ്യനായ മാധവനെ സന്യാസ ദീക്ഷ നൽകി നാരായണ തീർത്ഥ എന്ന പേര് നൽകുകയും അദ്ദേഹത്തിന് ആരാധനയ്ക്കായി നൽകിയ ശ്രീരാമ വിഗ്രഹമാണ് ഈ പാരമ്പര്യത്തിൻ്റെ ഹൃദയമായി മാറുകയും ചെയ്തത്. തുടർന്ന് കാശിയിൽ ആദ്യത്തെ മഠം സ്ഥാപിച്ച സ്വാമി ഗോവയിൽ നിന്ന് പോർച്ചുഗീസ് മതപീഡനം കാരണം പലായനം ചെയ്യേണ്ടി വന്ന സരസ്വത ബ്രാഹ്മണർക്ക് ആത്മീയ പിന്തുണ നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കൊളോണിയൽ അടിച്ചമർത്തലിൻ്റെ കൊടുങ്കാറ്റിൽ നിന്ന് അകന്ന് കണക്കോണയിലെ പാർത്തഗാൽ ഗ്രാമത്തിൽ ഈ മഠം സ്ഥാപിക്കുന്നത് 370 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് 1656. മതപീഡനങ്ങളുടെ കാലഘട്ടത്തിൽ ചിതറിപ്പോയ ഒരു സമുദായത്തിന് ഐക്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും കേന്ദ്രമായി ഈ മഠം നിലകൊണ്ടു. ഈ 550-ാം വാർഷിക ആഘോഷം സരസ്വത് സമുദായത്തിൻ്റെ ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലും അതിജീവനത്തിൻ്റെ പ്രഖ്യാപനവുമാകുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മഠത്തിൻ്റെ 550-ാം വാർഷിക സാർധ്വ പഞ്ചശത മഹോത്സവം ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി പ്രാധാന്യം നൽകുന്നു. പ്രതിമ അനാവരണത്തിന് പുറമെ അദ്ദേഹം രാമായണ തീം പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയും മഠത്തിൻ്റെ 550 വർഷത്തെ പാരമ്പര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പും സ്മാരക നാണയവും പ്രകാശനം ചെയ്യുകയും ചെയ്തു. ഈ നടപടികൾ ആത്മീയ കേന്ദ്രങ്ങൾക്ക് ദേശീയതലം നൽകുന്നതിലുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രതിമയുടെ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ ഉയരം മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച ശില്പിയാണ്. പ്രതിമയ്ക്ക് 77 അടി ഉയരമുണ്ട്. വെങ്കലം ഉപയോഗിച്ചാണ് നിർമ്മാണം. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ എന്ന പ്രത്യേകതയുമുണ്ട്. ഈ പ്രതിമയുടെ ശില്പി റാംവി സുതാർ എന്ന പേര് ഇന്ത്യൻ ശില്പകലയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ 182 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. റാം സുതാർക്ക് പത്മഭൂഷൺ, പത്മശ്രീ തുടങ്ങിയ ബഹുമതികളും കിട്ടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ പ്രതിമകളിലൂടെയും ബംഗളൂരുവിലെ 108 അടി ഉയരമുള്ള കെമ്പഗൌഡ പ്രതിമയിലൂടെയും അദ്ദേഹം ലോക ശ്രദ്ധ നേടി. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ റിയലിസ്റ്റിക് ശൈലിയിൽ വ്യക്തിയുടെ വൈകാരികതയുടെയും ആദർശത്തിൻ്റെയും പൂർണ്ണത ആവിഷ്കരിക്കുന്നതിൽ പ്രശസ്തമാണ്. 77 അടി ഉയരമുള്ള ഈ ശ്രീരാമ പ്രതിമ ഈ യാഥാർത്ഥ്യബോധവും സ്മാരക വലിപ്പവും ഒത്തുചേർന്നുള്ള ഒരു കലാവിരുന്നായിരിക്കും. വെങ്കലം ഉപയോഗിച്ചുള്ള നിർമ്മാണം പ്രതിമയ്ക്ക് ഈടുനിൽപ്പും കാലാതീതമായ സൗന്ദര്യവും നൽകുന്നു. ശില്പകലയിലെ ഈ നേട്ടം ഇന്ത്യയുടെ മതപരവും സാംസ്കാരികവുമായ ഐഡന്റിറ്റി ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്ന മറ്റൊരു ഉദാഹരണമായി മാറുന്നു. ഗോവയിലെ ഈ പ്രതിമാ അനാവരണം കേവലം ഒരു പ്രാദേശിക മഠത്തിൻ്റെ ആഘോഷം എന്നതിലുപരി ദേശീയതലത്തിൽ രാമഭക്തിയുടെയും ഹൈന്ദവ പൈതൃക ഉണർവിൻ്റെയും സമകാലിക രാഷ്ട്രീയ സംസ്കാര പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അനാവരണം നടക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിലാണ്. അയോധ്യയിൽ രാമക്ഷേത്രത്തിന് മുകളിൽ ധർമ്മധ്വജം ഉയർത്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഗോവയിലെത്തുന്നത്. അയോധ്യയിൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ മുറിവുകളും വേദനകളും ഉണങ്ങുകയും 500 വർഷം പഴക്കമുള്ള സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഉത്തരേന്ത്യയിലെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും പടിഞ്ഞാറൻ തീരത്തെ ഗോവയിലെ മഠത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാമപ്രതിമ സ്ഥാപിക്കുന്നതും തമ്മിലുള്ള ബന്ധം രാമൻ എന്ന ആശയം ഭാരതത്തിൻ്റെ സാംസ്കാരിക ഏകീകരണത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. രാമൻ്റെ ആദർശങ്ങളെ മര്യാദാ പുരുഷോത്തമൻ എന്ന നിലയിൽ രാജ്യമെമ്പാടും ഉയർത്തിപ്പിടിക്കുന്നതിലുള്ള ഊന്നൽ ഇത് കാണിക്കുന്നു. ഇത്തരം സാംസ്കാരിക സ്ഥാപനങ്ങൾ ദേശീയ ഐഡന്റിറ്റി ശക്തിപ്പെടുത്തുന്നതിലും യുവാക്കൾക്ക് പൈതൃകത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഗോവയിൽ സ്ഥാപിച്ച രാമായണ തീം പാർക്ക് ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്.
ഈ പ്രതിമ അനാവരണത്തിന് ഗോവയുടെ വിനോദസഞ്ചാര മേഖലയിലും പ്രാദേശിക വികസനത്തിലും ദൂരവ്യാപകമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമ കാണാനും മഠത്തിൻ്റെ 550 വർഷത്തെ പാരമ്പര്യം മനസ്സിലാക്കാനും ലക്ഷക്കണക്കിന് ഭക്തർ ഗോവയിലേക്ക് ഒഴുകിയെത്തും. ഇത് ആത്മീയ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകുകയും ചെയ്യും. പ്രതിമ അനാവരണത്തോടനുബന്ധിച്ച് മഠം പരിസരം പൂർണ്ണമായും നവീകരിക്കുകയും ആധുനിക സൗകര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നത് പ്രാദേശിക ഗ്രാമമായ പാർത്തഗലിന് വലിയ അനുഗ്രഹമാകും. ശ്രീരാമൻ്റെ പ്രതിമ ഭാരതീയ സംസ്കാരത്തിൽ ധർമ്മം, നീതി, കുടുംബമൂല്യങ്ങൾ എന്നിവയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. ഈ പ്രതിമ സ്ഥാപിക്കുന്നത് വഴി ഈ മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഈ പ്രതിമ സങ്കല്പം, സാക്ഷാത്കാരം, സാംസ്കാരിക പുനരുജ്ജീവനം എന്നിവയുടെ ജീവിക്കുന്ന പ്രതീകം കൂടിയാകുന്നു. ഇന്ത്യയുടെ പൈതൃകം ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം ഉറപ്പിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം ഉറപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഗോവയിലെ ഈ 77 അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ. ഈ പ്രതിമ രാമൻ്റെ ആദർശങ്ങളെയും മൂല്യങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സൗഹാർദ്ദത്തിനും ധാർമ്മിക ജീവിതത്തിനും പ്രചോദനമാകും. അയോധ്യയുടെ പൂർത്തീകരണത്തിൻ്റെ ആഹ്ലാദത്തിനിടയിൽ നടക്കുന്ന ഈ അനാവരണം രാമരാജ്യ സങ്കല്പത്തിലേക്കുള്ള രാഷ്ട്രത്തിൻ്റെ ദർശനത്തെ കൂടുതൽ ദൃഢമാക്കും. കലയും ആത്മീയതയും ചരിത്രവും സമ്മേളിക്കുന്ന ഈ സ്മാരകം വരും തലമുറകൾക്ക് ഭാരതീയ പൈതൃകത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഒരു വിളക്കുമാടമായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല.